നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അഡ്രിയാൻ ലൂണയ്ക്ക് പിന്നാലെ മറ്റൊരു സൂപ്പർ താരം, മൊറോക്കൻ സൂപ്പർ താരം നോഹ് സദോയി കൂടി ക്ലബ്ബ് വിടുന്നു. അദ്ദേഹവും ഇന്തോനേഷ്യൻ ലീഗിലേക്കാണ് പോകാനിരിക്കുന്നത് എന്ന വാർത്ത വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മൊർഹുലാവോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. ഫോറിൻ ഫുട്ബോളേഴ്സ് ഇന്ത്യ വിടുന്നു. ISL അൺസർട്ടനിറ്റി തുടരുന്ന ഈ ഘട്ടത്തിൽ ഫോറിൻ ഫുട്ബോളേഴ്സ് അവരുടെ ഭാവി നോക്കി ഇന്ത്യ വിടുന്നു എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ ഊന്നി പറയുന്നത്. വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല താരങ്ങളും ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ബോർഹ ഹെരേര അദ്ദേഹം ഇന്ത്യ വിട്ട് പോയതാണ്. അദ്ദേഹം പറയുന്നത്, സിറ്റുവേഷൻ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഈ ഒരു സമയത്ത് ആരാണോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇൻചാർജ് അവരാണ് ഈ തീരുമാനമെടുക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയത്. ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടന്നു, എന്നിട്ട് ഇപ്പോഴും ഒരു റിയൽ ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഹെരേര വളരെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തിയാഗോ ആൽവസ് മ്യൂച്വലി എഗ്രി ചെയ്ത് ക്ലബ്ബ് വിട്ടുപോയി. ആകെ 3 മത്സരങ്ങളാണ് 3 മാസത്തിനിടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയിട്ട് അദ്ദേഹം കളിച്ചത്. പിന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇന്തോനേഷ്യയിലേക്ക് ലോണിൽ പോകുന്നു. അതോടൊപ്പം തന്നെ മൊറോക്കൻ വിംഗർ നോഹ് സദോയി ഈസ് ഓൾമോസ്റ്റ് സർട്ടൻ ടു ജോയിൻ ഹിം ഇൻ ദി ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗ് ലേറ്റർ ദിസ് വീക്ക് എന്നാണ് ഇപ്പോൾ നോഹിൻ്റെ കാര്യത്തിൽ മാർക്കസ് മൊർഹുലാവോയുടെ റിപ്പോർട്ട്. അതായത് ഈ ആഴ്ചയുടെ അവസാനത്തിൽ അദ്ദേഹവും ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലേക്ക് ചേക്കേറിയേക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO അഭിക് ചാറ്റർജി ഈ സിറ്റുവേഷനെ കുറിച്ച് പറയുന്നത്, സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് പ്ലെയേഴ്സ് ഞങ്ങളോടൊപ്പം തന്നെ ഇവിടെ തുടരണം എന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പ്രാഗ്മാറ്റിക്കായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ആരുടെ മുന്നിലും ഒരു തടസ്സവും വെക്കാൻ ഞങ്ങളില്ല. പ്ലെയേഴ്സിന് സ്വാഭാവികമായിട്ടും അവരുടെ കരിയർ നീട്ടിക്കൊണ്ടുപോകണം എന്നുണ്ടാവും. അതിന് അവർക്ക് കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ കളിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു സെർട്ടൻ ഏജ് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. എല്ലാവരും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നുള്ളത് വിലയിരുത്തുന്നൊരു സമയമാണ്. പ്ലെയേഴ്സ് തീർച്ചയായിട്ടും അവസരങ്ങൾ നോക്കുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ കോണർ ഷീൽഡ് ചെന്നൈ FC യുടെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ സീസണിൽ. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് മാസക്കാലം വെയിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കംബോഡിയൻ പ്രീമിയർ ലീഗിലെ ചാമ്പ്യൻസ് ആയിട്ടുള്ള സ്വായ് റിംഗ് FC വേണ്ടി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈസ്റ്റ് ബംഗാളിനും ബംഗളൂരു FC വരും നാളുകളിൽ താരങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല താരങ്ങളും ഇവിടം വിടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ മാർക്കസ് മൊർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിലെ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.